اللهم ارحمني يا أرحم الراحمين. അല്ലാഹുവേ, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമേ, കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥന. കാരുണ്യം എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ലോകങ്ങളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. മനുഷ്യൻ ആദ്യമൊരു ബീജത്തിലെ അണുവായി, അത് ഗർഭാശയമെന്ന ലോകത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് മാതാവിൽ നിന്ന് എല്ലാ പോഷണങ്ങളും ലഭിച്ച് വളർന്ന് അവിടെയും ഒരു കുറവും വരാതെ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ മേൽ ചൊരിയുകയാണ്. നമുക്കാർക്കും വാങ്ങിച്ച് കുടിക്കാനുള്ള കഴിവ് ഇല്ല. നമുക്കാർക്കും എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന സമയവും അല്ല. അങ്ങനെയുള്ള സമയം മുതൽ അല്ലാഹുവിന്റെ പ്രവിശാലമായ റഹ്മത്ത് യജമാനനായ റബ്ബ് ഓശാരമായി നമുക്ക് നൽകി. എന്നാലോ നമുക്കാർക്കെങ്കിലും അറിയുമോ, ഗർഭാശയമെന്ന ലോകത്ത് അധിവസിക്കുന്ന സമയത്ത് വിശാല വിസ്തൃതമായ ഭൂമി ലോകം എന്ന് പറയുന്ന ഒരു ദുന്യാവ് ഇവിടെ ഉണ്ട്, നമുക്കുണ്ട് എന്ന് നമുക്കറിയുമായിരുന്നില്ല. ദുനിയാവിനെ കുറിച്ചോ അവിടെ ഇന്നതരം ജോലി ചെയ്യണം, ഇത്ര മക്കൾ എനിക്കുണ്ടാകും, എനിക്ക് ഇത്ര ആയുസ് ഉണ്ടാകും, എന്റെ ആരോഗ്യവും എന്റെ സമ്പത്തും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ അല്ലാഹു തആല ഒരു ലോകത്തിൽ നിന്ന് രണ്ടാമതൊരു ലോകത്തേക്ക് നമ്മുടെ പിറവിയെടുക്കുകയാണ്. രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നത് ദുന്യവിയായ ലോകമാണ്. ആലമുദ്ദുന്യ. ആലമുദ്ദുന്യ എന്ന ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആലമുർ റഹ്മ, ഗർഭാശയ ലോകത്ത് വെച്ച് അല്ലാഹു തആല നമുക്ക് സംവിധാനിച്ച മാംസത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ആലമുൽ അർവാഹിൽ, റൂഹുകളുടെ ലോകത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ റൂഹിനെ ഈ മാംസത്തിലേക്ക് അല്ലാഹു തആല വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആ വിന്യാസം സംഭവിക്കലോടുകൂടെ ആ മനുഷ്യൻ ജീവന്റെ തുടിപ്പ് ആരംഭിക്കുകയാണ്. ആ മനുഷ്യൻ ആ ജീവനും കൊണ്ട് അല്ലാഹു തആല പിറവി കൊടുക്കുന്ന ആലമുദ്ദുന്യ. ഈ ആലമുദ്ദുന്യയിലും അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു പോകുന്നത്. കാരണം നമുക്കാർക്കും സ്വമേധയാ ഒന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല. നമ്മൾ എന്തു പറഞ്ഞാലും, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും
ജോലിയെടുക്കാനും അധ്വാനിക്കാനും സമ്പത്തുണ്ടാക്കാനും എല്ലാം ആരോഗ്യം തന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് കിട്ടിയതാണ്. നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ നിശ്ചലമായി കിടക്കുന്ന ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആരാണ് നമ്മളെ നോക്കുന്നത്? ഇല്ല, ആരും ഇല്ല. അവിടെയും യജമാനനായ റബ്ബ് കാരുണ്യത്തിന്റെ നോട്ടം നമ്മളിലേക്ക് നോക്കിയത് കൊണ്ട് നമ്മൾ വ്യക്തിപരമായുള്ള എല്ലാ വിഷയങ്ങളും സ്വമേധയാ നിർവഹിക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാമൊക്കെ കണ്ണീരൊലിപ്പിച്ച് പറയേണ്ട അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ എന്ന് പറയേണ്ടത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത്. നമ്മൾ കേവലം ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ റഹ്മത്ത് നമുക്ക് അറിയുകയില്ല. ചേർ അവിടെ ശിക്ഷകൾക്ക് അള്ളാഹുവിന്റെ ആ റഹ്മത്തിനെ കുറിച്ചുള്ള ആയം എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ആ ഓർമ്മയിലായിരിക്കണം നമ്മളെപ്പോഴും ചോദിക്കേണ്ടത്. ചോദിക്കുമ്പോഴും കേവലം അല്ലാഹുമ്മ അർഹംനീ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ പോരാ. അല്ലാഹുമ്മ അർഹംനീ, അല്ലാഹുമ്മ അർഹംനീ, ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ആ കാരുണ്യം എല്ലാ നിലക്കും ഞങ്ങളുടെ മക്കളിൽ ഉണ്ടാവണം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം, ഞങ്ങളിലും ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, ആ കാരുണ്യത്തിന്റെ നോട്ടമെങ്ങാനും അല്ലാഹു നിർത്തിയാൽ നാം എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും? നാം നമ്മുടെ മക്കളിലേക്ക് റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ല എങ്കിൽ മക്കളെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്നത്? അവർ സഞ്ചരിക്കുന്ന പാതകൾ വാഹനത്തിരക്ക് നിറഞ്ഞതാണ്. ആ സഞ്ചരിക്കുന്ന പാതയിലും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലും ഒരു സ്റ്റയറിംഗ് മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവറെ കൊണ്ട് വാഹനം നിയന്ത്രിച്ചാൽ നിൽക്കുകയില്ല. കാരണം ഈ ഡ്രൈവറിൽ എന്തെങ്കിലും ഒരു അസുഖമോ പെടുന്ന ക്ഷീണമോ സംഭവിച്ചാൽ നമ്മളുടെ കാര്യം അപകടത്തിലാണ്. പക്ഷേ അല്ല, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്കുള്ളത് കൊണ്ട് നാം എല്ലാം സുഖമമായി നടത്തിക്കൊണ്ടുപോകുന്നു. നാം കഴിക്കുന്ന ആഹാരം ഇപ്പോൾ വിശുദ്ധ റമദാൻ ശരീഫിൽ നമ്മൾ 30 ദിവസവും വ്രതമെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ എത്രയാണ് മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത്? എന്തെല്ലാമോ ഭക്ഷണങ്ങളെല്ലാം വിശുദ്ധ റമദാൻ അല്ലാത്ത ദിനങ്ങളിൽ നമ്മൾ കഴിക്കുമ്പോഴും അതൊന്നും അവിടെ നിർത്താതെ കൃത്യമായ വലിയൊരു ഫാക്ടറി ശരീരത്തിന്റെ അകത്ത് ആന്തരിക അവയവങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എല്ലാം സുഖമമായി അല്ലാഹു തആല സംവിധാനിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകളിൽ ചെന്ന് നോക്കിയാൽ എത്ര രോഗികളാണ് അവിടെയുള്ളത്. ആ രോഗികളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ച് വിസർജിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എരിപിരി കൊള്ളുന്ന രോഗികൾ ഉണ്ട്. വയറു വീർത്തു നിൽക്കുന്നു. ഒന്നും കഴിയാതെ കൃത്രിമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. നോക്ക് നിങ്ങൾ, യജമാനനായ റബ്ബ്
ഈ സെക്കൻഡിലും നമുക്ക് കൃത്യമായുള്ള ഫാക്ടറി പ്രവർത്തനങ്ങൾ, ആന്തരിക അവയവങ്ങൾ അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. അതാണ് റബ്ബിന്റെ കാരുണ്യം. ഒന്നും മനസ്സറിഞ്ഞുകൊണ്ട് ചോദിച്ചുകൂടെ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. യജമാനനായ റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന ആന്തരിക അവയവങ്ങളിലേക്ക് ആരോഗ്യം നീ ഞങ്ങൾക്ക് സംരക്ഷിച്ചു നൽകണം റഹ്മാനേ. അല്ലാഹുവേ, പല രോഗങ്ങൾ കൊണ്ടും പലവരും കഷ്ടപ്പെടുന്നു. റബ്ബേ, സാധുക്കളായ ഞങ്ങളിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാകുമ്പോഴേ നമ്മുടെ ചോദ്യമാവുകയുള്ളൂ. നമ്മൾ കരുണ കിട്ടണം എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്തുകൾ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് കാരുണ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇനി പോകാനുള്ളത് ആലമുർ റഹ്മയിൽ നിന്ന് ആലമുദ് ദുനിയയിലേക്ക് വന്നു. ഈ ദുന്യവിയായ ലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ ജീവിതത്തിനും ഒരു ഹദ്ദുണ്ട്. ആ ജീവിതത്തിനും അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അഅ്മാറു ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ആളുകളുടെ അവരുടെ വയസ്സ്, പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അത്രേ നമ്മുടെ കാലാവധി ഉള്ളൂ. നമ്മൾ ആലമുർ റഹ്മയിൽ വസിച്ചപ്പോൾ ആ സമയത്ത് ആലമുദ് ദുനിയയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ആരെങ്കിലും നിഷേധിച്ചു? ദുനിയാവ് എന്ന് പറഞ്ഞ നമ്മളെ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ദുനിയാവോടെ വന്നു, നമ്മൾ പിറന്നു വീണു ഭൗതിക ലോകത്തേക്ക്. നിങ്ങൾ നോക്ക്, ഈ ആലമുർ റഹ്മയിൽ ജീവിച്ച് ആലമുദ് ദുനിയാവിലേക്ക് വന്ന് ആലമുർ റഹ്മയിൽ നമുക്ക് പരിധിയുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ 9 മാസവും 10 ദിവസവും ആകുമ്പോഴേക്ക് നമ്മൾ പൂർണ്ണരാകുന്നു. അത് കഴിഞ്ഞ് ഈ ആലമുദ് ദുന്യവിയായ ലോകത്തേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് സമയപരിധിയുണ്ട്. ഈ സമയപരിധി കഴിഞ്ഞാൽ നാം ഓരോരുത്തരും പോകേണ്ടത് ആലമുൽ ബർസഖിലേക്കാണ്. ഈ ആലമുൽ ബർസഖിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷേ സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആലമുൽ ബർസഖിൽ ആദ്യമായി നമ്മൾ മരണത്തെ നേരിടുന്നു. ഏത് മനുഷ്യരും മരിക്കും, ഏത് മനുഷ്യരും മരിക്കാതെ ഇവിടെ നിൽക്കൂല. അങ്ങനെ നിന്നിരുന്നുവെങ്കിലും മുത്തുനബി ഇവിടെ വേണ്ടേ? എല്ലാവരും മരിക്കും. നിങ്ങളൊന്നെടുത്തു നോക്ക്, നിങ്ങളുടെ മുന്നേയുള്ള തലമുറ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? അടുത്ത തലമുറ നമ്മുടേതല്ലേ? ആ ഊഴം കാത്തു നിൽക്കുന്നവരല്ലേ നമ്മൾ? അതിനിടയിൽ എത്ര ആളുകളാണ് പെടുന്നനെ വിട പറയുന്നത്? ഇങ്ങനെയുള്ള ആലമുൽ ബർസഖിലേക്ക് ദുന്യാവിൽ വെച്ച് നമുക്ക് ബർസഖിനെ സംബന്ധിച്ചറിയൂല. നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. കാരണം എന്തേ?
ആലമുൽ റഹ്മ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ആലമു ദുന്യാവുണ്ടെന്ന് അറിയോ? പക്ഷേ നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ, ദുന്യാവിലേക്ക് വന്നു. ഇതുപോലെ ആലമുൽ ബർസഖിലേക്ക് നമുക്ക് പോകാനുണ്ട്. ആലമുൽ ബർസഖിൽ ഒരു പ്രത്യേകതയുണ്ട്, അമലില്ല. ആകെ പണിയെടുക്കേണ്ട സ്ഥലം ആലമുദ്ദുന്നയിലാണ്. ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കി, അദ്ദേഹം കൃഷിക്ക് വേണ്ടി ആ ഭൂമിയെ കൊഴുത് മറിച്ച് അതിനെ പാകപ്പെടുത്തിയെടുത്ത് അതിലേക്ക് വിത്തിറക്കി കൊഴിയുന്ന നേരം അവനിക്ക് അതിന്റെ ഫലം ലഭിക്കുകയാണ്, അധ്വാനം ഇല്ല. അപ്പോൾ എന്നതുപോലെ അല്ലാഹു തആല ഈ ആലമുദ്ദുന്നയിലാണ് നമ്മളോട് പണിയെടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആലമുദ്ദുന്നയിൽ നിങ്ങൾ നല്ലോണം പണിയെടുക്കണം, എങ്കിൽ മാത്രമേ ആലമുൽ ബർസഖ് ആഖിറ ലോകത്ത് കൊഴിയാൻ പറ്റൂ. ഇവിടെ നമ്മൾ ഇങ്ങനെ നേരം 24 മണിക്കൂർ, ആ 24 മണിക്കൂറിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിക്റിന്റെ സമയം എത്രയാണ്? നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച സമയം എത്രയാണ്? അല്ലാഹുവിന്റെ ദീനും പഠിക്കുന്ന ഇൽമിന്റെ മജ്ലിസിന് വേണ്ടി ഉപയോഗിച്ച സമയം എത്രയാണ്? ആകെ കൂട്ടി മറിച്ചാലും 5 വക്ത് നിസ്കാരത്തിന് 25 മിനിറ്റ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഏറിയാൽ ഒരു 2 മണിക്കൂർ എടുത്തോളൂ, അത്രയും നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള സമയം യജമാനനായ റബ്ബിനോട് ഞാനും നിങ്ങളും മറുപടി പറയണ്ടേ? കാരണം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഓ ജനങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയുമോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ. നോക്ക്, നിങ്ങൾ മനുഷ്യന്മാരെ പടച്ചത് അവനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ആരാധന എന്ന ലക്ഷ്യം നമ്മളിൽ എത്ര പേർക്കാണ് ആ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് ഞാനും എന്റെ ഉടമയായ റബ്ബും വലിയ കരാറുണ്ട്. ആ കരാർ എന്താണ്? എന്നെ ഈ ഭൂലോകത്തേക്ക് നിയുക്തനാക്കിയത് എന്റെ റബ്ബിനെ ആരാധിക്കാനാണെന്ന് കരാറും മനസ്സിൽ വെച്ച് എത്ര ആളുകളുണ്ട് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ? എത്ര ആളുകളുണ്ട് ദുഹാ നിസ്കരിക്കുന്നവർ? എത്ര ആളുകളുണ്ട് പാതിരാവിന്റെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കാരത്തിൽ മുഴുകുന്നവർ? എത്ര ആളുകളുണ്ട് അല്ലാഹുവിനൊന്ന് തസ്ബീഹ് ചൊല്ലട്ടെ, റബ്ബിനൊന്ന് തക്ബീർ ചൊല്ലട്ടെ, ഒരു ഹംദ് പറയട്ടെ? ഇത്രയേറെ നിഅമത്തുകളൊക്കെ തന്ന എന്റെ റബ്ബ്, എന്റെ ഉടമ, എന്നെ ഒന്നും അറിയാതെ വീടിന് വീടുണ്ട്, വാഹനത്തിന് വാഹനമുണ്ട്, മക്കൾക്ക് മക്കളുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് പോലും എനിക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്നെ പടച്ച്, അങ്ങനെ എന്നെ സംവിധാനിച്ചു കൊണ്ടുപോകുന്ന എന്റെ ഉടമ, ഞാനൊന്ന് പറയട്ടെ മനസ്സറിഞ്ഞുകൊണ്ട്,
അൽഹംദുലില്ലാഹ് എത്ര തവണയാണ് നമ്മൾ പറയുന്നത്? ചോദിക്കട്ടെ, നമുക്കൊരു സന്തോഷം വരുമ്പോ നമ്മൾ യാദൃശ്ചികമായിട്ട് ഹംദ് പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരാൾ പ്രസവിച്ചു എന്ന വാർത്ത കേട്ട് അൽഹംദുലില്ലാഹ് പറയും, അവിടെ നിർത്തും. നിത്യജീവിതത്തിൽ യജമാനനായ റബ്ബ് തന്ന ശ്വാസം, ഈ ഓക്സിജന്റെ ഈ അളവ് നിങ്ങൾ നോക്ക്. ഈ അടുത്തൊരാളെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപ്പക്ക് ശ്വാസം കിട്ടാതെ വരുന്നൊരവസ്ഥ. അങ്ങനെ വലിയ സമ്പത്തുള്ള മോനാണ്. ഈ മോൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് പറയുകയാണ്, എന്റെ ഉപ്പക്ക് ഒന്ന് സുഖമമായി ശ്വസിക്കാൻ. നോക്കണം നിങ്ങൾ, ഒന്ന് സുഖമായി ശ്വസിക്കാൻ. ഈ ശ്വാസം ഇങ്ങനെ കാണുമ്പോ, ഈ പ്രയാസം ഇങ്ങനെ കണ്ടപ്പോ, ഈ ഏത് മകനെ സംബന്ധിച്ചിടത്തോളം ഉപ്പ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടയുന്നത് കാണുമ്പോ അത് സഹിക്കാൻ കഴിയൂലല്ലോ. പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉള്ള ഒരു മകനാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു മകൻ ശ്വാസം കിട്ടാതെ, ഒരു മകൻ വാപ്പ ശ്വാസം കിട്ടാതെ നിൽക്കുന്നത് ഇങ്ങനെ കാണുമ്പോ, എങ്ങനെയെങ്കിലും എന്റെ ഉപ്പക്ക് ഒരു ശ്വാസം കൃത്യമായി നല്ല നിലക്കൊന്ന് വലിച്ചു മരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകണമെന്ന് കരുതി ഡോക്ടറോട് ചോദിക്കുകയാണ്, എന്റെ ഉപ്പക്ക് നല്ല രീതിയിലൊന്ന് ശ്വാസം വലിക്കാൻ എന്തെങ്കിലൊക്കെ പറ്റുമോ ഡോക്ടറെ? ഡോക്ടർ പറയുന്നു, നിങ്ങളുടെ ഉപ്പക്ക് ശ്വാസം എടുക്കാൻ കഴിയും. കൃത്രിമമായുള്ള എല്ലാ മെഷീനറീസും വെച്ചുകൊണ്ട് ശ്വാസം എടുക്കാം. പക്ഷേ 1 മണിക്കൂർ അങ്ങനെ നിങ്ങളുടെ ഉപ്പ കൃത്യമായ നിലക്ക് ആശ്വാസത്തോടുകൂടെ ശ്വാസമെടുക്കാൻ 3.5 ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കണം. അത് നോക്കി, 3.5 ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കണം. അങ്ങനെയാണെങ്കിൽ പാപ്പാക്ക് എടുക്കുന്ന ശ്വാസം ശരിയായ രൂപത്തിൽ എടുക്കാൻ നമ്മുടെ മെഷീനറീസ് കൊണ്ട് സഹായിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാനും നിങ്ങളിപ്പോ എത്ര മണിക്കൂറായി ശ്വാസം എടുക്കാൻ തുടങ്ങിയിട്ട്? എത്ര സമയം? അതാരാണ് ഈ ഓക്സിജൻ നമുക്ക് കൃത്യമായി നൽകുന്നത്? യജമാനനായ റബ്ബ്. ആ റബ്ബിന് ഹംദ് നമുക്കൊന്ന് പറഞ്ഞുകൂടെ? എല്ലാവരും 3 ഹംദ് പറയുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതാണ് മുഅ്മിനീങ്ങളെ മനുഷ്യൻ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന്മാര് ഓരോ റബ്ബിനോട് നന്ദിയില്ലാത്ത ആളുകളാണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് എത്ര പോയിന്റാണ്? ഈ ശ്വാസത്തിന്റെ ഒരു വിലയാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ കണ്ണ് ഒന്ന് ആലോചിച്ചു നോക്ക്, കാത് ഒന്ന് ആലോചിച്ചു നോക്ക്. ഉറ്റവരെ കാണാൻ, ഉടയവരെ കേൾക്കാൻ ഈ കണ്ണും കാതും യജമാനൻ നമുക്ക് തന്നു. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് സിഹത്തുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. എപ്പോഴും കേൾക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, ഈ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ ഇതിങ്ങനെ കേവലം പറയേണ്ട സംഗതിയല്ല. നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞ് അത് ചൊല്ലണല്ലോ എന്നുള്ള നിലക്ക് പറയല്ല വേണ്ടത്. അത് നമ്മുടെ ഖൽബിൽ തട്ടിക്കൊണ്ട് ആ കാരുണ്യം, ആ കരുണ
എനിക്കുണ്ടാവണമെന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ ചോദിക്കണം. അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മെ അവൻ പൊതിയുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പള്ളിയും അതിന്റെ സമീപത്ത് നല്ലൊരു മദ്രസയും ഇൽമിന്റെ കേന്ദ്രങ്ങളാണ്. അല്ലാഹു തആല നമ്മുടെ പള്ളിയുടെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. ഈ പള്ളിയും ഈ സ്ഥാപനവും ഈ പ്രദേശത്തിന്റെ ലൈറ്റ് ഹൗസ് നമുക്കെല്ലാം ദിശ നിർണയിക്കുന്നത് നമ്മുടെ പള്ളികളാണ്. ഇവിടെ എത്രയോ ആളുകൾ ഉണ്ട്. എല്ലാവർക്കും ഈ മജ്‌ലിസിൽ സംബന്ധിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുന്നില്ല. ആ തൗഫീഖ് ലഭിച്ച ആളുകൾ നാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനും നമ്മൾ ശുക്ർ ചെയ്യണം. നാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ നാടിന്റെ ഹരിത ഭംഗി. ആ ഹരിത ഭംഗിക്ക് നടുവിൽ ഈ വൈജ്ഞാനിക കേന്ദ്രം, ഇവിടെ നിന്നുള്ള ഭാഗവും ഇവിടെ നിന്നുള്ള വിജ്ഞാന പ്രസരിപ്പും ഇവിടുത്തെ ആത്മീയ മജ്‌ലിസുകളുമൊക്കെയാണ്. കാരണം നമുക്ക് ഉപകാരപ്പെടുന്നത്, ബാക്കിയാകുന്നത് അതാണ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ സ്ഥാപനത്തെ നീ നിലനിർത്തണം റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പരമ്പരക്കും ആത്മീയമായും വൈജ്ഞാനികമായും ഉന്നമനത്തിന് ഉതകുന്ന രൂപത്തിൽ ഞങ്ങളെ ഈ സ്ഥാപനത്തെ നീ മാറ്റിത്തരണം റഹ്മാനേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനിയുള്ള 30 രാവിൽ 5 രാവുകൾ നമ്മോട് വിട പറഞ്ഞു. 5ാമത്തെ ദിനത്തിലാണല്ലോ നാം ഒരു നല്ലൊരു പ്രതിജ്ഞ എടുക്കുക. റമദാൻ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന രാവാണ്. ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവ്. ഈ റഹ്മത്തിന്റെ 10 ഞാൻ നന്നായി ഉപയോഗപ്പെടുത്തും. ഈ കാരുണ്യം, യജമാനനായ റബ്ബിന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യജമാനനായ റബ്ബിന്റെ കരുണയുടെ കടാക്ഷം നമ്മളിലേക്ക് എത്തണമെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഈ ഭൂമിയിലുള്ളതിനോടെല്ലാം, ജീവനുള്ളതിനോടും ജീവനില്ലാത്തതിനോടും നാം കാരുണ്യത്തോടെ നോക്കണം, കരുണയോടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ മൻ ഫിൽ അർളി, ആകാശലോകത്തുള്ളതെല്ലാം നമ്മളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാകുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇർഹമൂ തുർഹമൂ വഗ്ഫിറൂ യഗ്ഫർ ലക്കും. അത്തർഗീബ് വത്തർഗീബ് എന്ന ഗ്രന്ഥത്തിലെ 3ാമത്തെ വാള്യം 286ാമത്തെ പേജിൽ ഹദീസ് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ കരുണ കാണിക്കൂ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. നാം ഒരു കാരുണ്യം കാണിച്ചാൽ റബ്ബിന്റെ കരുണ നമുക്ക് ലഭിക്കും. നിങ്ങൾ മാപ്പ് നൽകൂ, നിങ്ങൾക്ക് മാപ്പ് ലഭിക്കൂ. എത്ര അർത്ഥമായ വാക്കാണ്!
ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ നല്ലോണം കരുണ കാണിക്കണമോ? അത് മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും എല്ലാവരോടും ഒരു കാരുണ്യത്തിന്റെ നോട്ടം നമ്മളിൽ ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ മുസീബത്ത് വരുമ്പോ, ആളുകൾക്ക് വരുമ്പോ അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി സുഫിയാൻ റളിയല്ലാഹു അൻഹു, സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമോ, ജാഅ റജുലുൻ ഇലാ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നു ഹുസൈൻ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു. വന്നുകൊണ്ട് അയാൾ പറയാണ്, ഇന്ന ഇന്ന ആള് നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കുറിച്ച് മോശമായി സംസാരിക്കുകയും പരദൂഷണം പറയുകയും ചെയ്തിരിക്കുന്നു. അലി ഇബ്നുൽ ഹുസൈൻ തങ്ങളടുത്ത് വന്ന് പറയാണ്, തങ്ങളെ നിങ്ങളെ കുറിച്ച് ആരാ പറയുന്നത്? സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അവരെ തൊട്ട് നിവേദനം, അങ്ങനെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹത്തിന്റെ സങ്കടത്തിന് പരിഹാരം കാണാനോ പകരം ചോദിക്കാനോ ആണ് പോകുന്നത് എന്ന് കരുതി പരാതിക്കാരൻ കൂടെ പോയി. ഇപ്പൊ എന്നോടൊക്കെ ഒരാൾ വന്ന് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, എന്നാ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്ക, എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ബഹുമാനപ്പെട്ട ഈ നിലക്കാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന നിലക്ക് മറ്റേ ആളും കൂടെ കൊണ്ടു. രണ്ടാളും കൂടെ പോകാനും ഇയാളടുത്ത് ചെന്നിട്ട്, ഓ സുഹൃത്തേ, നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിലും അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ പറഞ്ഞത് അസത്യമാണെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ചൂടാകല്ല അവിടെ പോയിട്ട്, നിങ്ങൾക്ക് പറഞ്ഞതിന് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. എന്തൊരു മനസ്സാണ്! അതല്ലേ കരുണ എന്നൊക്കെ പറയുന്നത്. ഏത് മനുഷ്യനോടും കാരുണ്യം കാണിക്കണം, ഏത് വസ്തുവിനോടും കാരുണ്യം കാണിക്കണം. ഇതെല്ലാം എന്റെ യജമാനനായ റബ്ബ് സംവിധാനിച്ചത്. എന്റെ ഉടമയുടെ അടിമയാണ് ഇവൻ, എന്റെ ഉടമ സൃഷ്ടിച്ചതാണ് ഇത് എന്ന രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ കാരുണ്യത്തിന്റെ നോട്ടം നമ്മളിലേക്ക് വരുന്നതാണ്. ആ കാരുണ്യമാണ് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. ആ റബ്ബിന്റെ കാരുണ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മിൽ ഒരു കാരുണ്യത്തിന്റെ ഒരു വശം ഉണ്ടാകണം. ഈ റഹ്മത്തിന്റെ പത്തിൽ നാം എടുക്കേണ്ട ഒരു തീരുമാനം, ഒന്ന്, ഞാനൊരു കരുണയുടെ അടിമയാവുക. എല്ലാവരോടും കടിച്ചു കയറി സംസാരിക്കാതെ ഒരു മയത്തിൽ കാരുണ്യത്തിന്റെ നോട്ടം. മക്കൾ കുസൃതി കാണിക്കുമ്പോൾ അവരോട് ദേഷ്യം പിടിക്കാതെ, എന്നാൽ അവരെ ഉപദേശിക്കേണ്ട നിലക്ക് ഉപദേശിച്ച് അവരോടൊരു ലാളനയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളിലൊക്കെ ഉണ്ടാകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാൻ 30 ദിവസവും നമുക്ക് അമല് ചെയ്ത് ധന്യമാക്കാൻ കഴിയണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ സൂഫിയാണ്,
കൊട്ടാരം വിട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അങ്ങനെ സുഹദിന്റെ ലോകത്തേക്ക് പ്രവേശിച്ച ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. റമദാനിലെ 30 ദിവസത്തിൽ ഒരു സെക്കൻഡ് പോലും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉറങ്ങാറില്ല. നമുക്കൊക്കെ ഒരു രീതിയുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങാനുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ പോലെ ഒന്നും നമുക്കാവാൻ സാധിച്ചില്ലെങ്കിലും ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ പോലെയൊന്നും നമുക്കാകാൻ സാധിച്ചില്ലെങ്കിലും നാം ഉറക്കിനെയൊക്കെ മിതപ്പെടുത്തി ഇബാദത്തിന് വേണ്ടി ശ്രദ്ധ ചെലുത്തുക. ഈ റമദാൻ വിലപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, റമദാൻ പ്രതീക്ഷിച്ച് പലവരും ദുആ ചെയ്തു. പക്ഷേ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പലവരും യാത്രയായി. നമുക്ക് അല്ലാഹു തആല റമദാനിൽ ഇപ്പോൾ നമ്മൾ ഈ റമദാനിന്റെ പകലുകളിലാണ്. അല്ലാഹുവേ, ഒരുപാട് റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ റമദാനിന്റെ പകലിന് ചിലപ്പൊക്കെ കടികളിലുള്ള വൈവിധ്യങ്ങളെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അതല്ല, ഭക്ഷണത്തിന് വേണ്ടി മാത്രം റമദാനിനെ കാണുന്ന ആളുകൾ ഇന്നേക്ക് ഇഫ്താറിന് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകുമ്പോൾ നാം എടുത്ത വ്രതത്തിന് വേണ്ടി, വ്രതം ഇലാഹിന് വേണ്ടിയാണ്. ആ ഇലാഹിന് വേണ്ടി ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നൊരൽപ്പം പാരായണം ചെയ്തിട്ടുണ്ടോ? ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ശഹ്റു റമദാൻ, വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ഇറക്കപ്പെട്ട മാസമാണല്ലോ. ആ മാസത്തെ ബഹുമാനിച്ച് റമദാൻ ശരീഫിൽ ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നൊരൽപ്പം ഓരോ ദിവസവും ചുരുങ്ങിയതൊരു 10 ജുസ്എങ്കിലും ഞാൻ ഓതിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ റമദാനിനോട് നമ്മൾ എന്ത് കൂറാണ് പുലർത്തുന്നത്? ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ഖാതീബുൽ ഹദ്ദാദ് പാരായണം ചെയ്യാറുണ്ട്. ഈ ഹദ്ദാദിന്റെ സാഹിബായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഈ ജനങ്ങളെ റമദാനിന്റെ ആത്മീയതയിൽ നിന്ന് വിട്ടുനിർത്തുന്നത്, റമദാനിന്റെ കുളിർക്കാറ്റ് ലഭിക്കാത്തത്, റമദാനിന്റെ മധുരം അനുഭവിക്കാത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഞാനല്ല പറയുന്നത്, ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. എന്താണ് 2 കാര്യം? ഒന്ന് അന്നൗം, ഒന്ന് ഉറക്കാണ്. അത്താഴം കഴിച്ച് സുബഹ നിസ്കരിച്ച് വീണ്ടും നമ്മൾ ഉറക്ക്. ആ ഉറക്കിൽ നിന്ന് എണീക്കുന്നത് ഒരു പക്ഷേ ഉച്ചയോടടുക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ
പല കാര്യങ്ങളുമുണ്ട്, എങ്കിലും ഒന്ന് കിടക്കാം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറക്കം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ആത്മീയതയിൽ നിന്ന്, റമദാനിന്റെ ഇബാദത്തിന്റെ മാധുര്യത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. രണ്ടാമത് ഭക്ഷണമാണ്. ഭക്ഷണം നിങ്ങൾ നോക്ക്, റമദാൻ ശരീഫിൽ നമ്മൾ പകല് മുഴുവനും വ്രതമനുഷ്ഠിക്കുകയാണ്. നോമ്പ് തുറന്നത് മുതൽ പിന്നെ അങ്ങോട്ട് ഭക്ഷണത്തിന്റെ നിരയാണ്. അത് ഇന്നത് എന്നില്ല. എന്താണോ ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തത് അതെല്ലാം കഴിക്കുന്ന ശീലം നമുക്കുണ്ട്. ഇതല്ല റമദാൻ. റമദാൻ മഹത്തുക്കളായ ഉലമാ, മഹത്തുക്കളായ സൂഫിയാക്കൾ കണ്ടത് ഈ റമദാനിനെയല്ല. ഈ റമദാനിനെ അല്ലാത്തത് കൊണ്ടാണ് മഹത്തുക്കളായ സൂഫിയാക്കൾക്കും മഹാന്മാർക്കും റമദാനിന്റെ പകലുകളെയും രാത്രികളെയും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ സാധിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നല്ലവണ്ണം ആലോചിക്കുക. ഇഫ്താർ കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള അവ്വാബി നിസ്കാരം നമ്മൾ എത്ര പേര് നിർവഹിക്കുന്നുണ്ട്? 20 റക്അത്ത് അവ്വാബി നിസ്കാരം നമ്മൾ എത്ര പേരെയാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിച്ച ആളുകൾ? എണ്ണം കുറവാണ്. നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് ഇശാ നിസ്കാരത്തിന് ശേഷം നടക്കുന്ന തറാവീഹ് നിസ്കാരം എത്ര ആവേശത്തോടുകൂടെയാണ് അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഭക്ഷണം അതിലൊരു വില്ലനാണ്. ഞാനല്ലട്ടോ പറഞ്ഞത്, മഹത്തുക്കൾ ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങൾ പറയാം. നമ്മുടെ ഇബാദത്തിന് രസമില്ല, നമ്മുടെ ഇബാദത്തിന് ഹരമില്ല, അല്ലാഹുവിൽ ചിന്ത കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ നോക്ക്, നിങ്ങളൊന്ന് പരീക്ഷണം നടത്ത്. ഇഫ്താറിന് വേണ്ടി ലളിതമായ ഭക്ഷണം ഉപയോഗിച്ച് അതിനുശേഷം ഇബാദത്തുകളിൽ ധന്യമായി നിങ്ങളൊന്ന് നോക്കിയാൽ ആ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഇന്നലെ നിസ്കരിച്ച തറാവീഹ് ആവുകയില്ല ഇന്ന് നിസ്കരിക്കുന്ന തറാവീഹ്. നല്ലൊരു മാറ്റമുണ്ടാകും. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും ഈ വ്രതം കൊണ്ട് നമ്മൾ സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളാണ്. ഒരു റെസ്റ്റും അതിനില്ല. മറ്റു കമ്പനികൾക്കൊക്കെ സൺഡേ അവധിയാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ ശരീരത്തിന് ഒരു വിശ്രമം കൊടുക്കേണ്ട ഒരു സമയമായി നിങ്ങൾ വ്രതത്തെ നിങ്ങൾ കാണണം. ഇത് പുതിയ കാല സയൻസ്, പുതിയ കാല വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു നോമ്പനുഷ്ഠിക്കുന്നയാളുടെ ആരോഗ്യനില മെച്ചപ്പെടുമെന്നാണ്. പക്ഷേ പുതിയ കാലത്തുള്ള ഇഫ്താറിന്റെ രീതികളൊക്കെ അനുസരിച്ച് വായിക്കുമ്പോൾ ആരോഗ്യനില പരിതാപകരം എന്ന് പറയേണ്ടി വരും. അത്രയും മാംസവും കൊഴുപ്പും കൂടിയ ഭക്ഷ്യവസ്തുക്കളാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങളുടെ വസിയത്ത് നമ്മൾ പോയി എടുക്കണം. ബഹുമാനപ്പെട്ട സിലത്ത് ബിൻ ഹാഷിം റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് മുഴുവനും ഇബാദത്ത് ചെയ്യുന്ന മഹാനാണ്. സിലത്ത് ബിൻ ഹാഷിം റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് അവസാനം അത്താഴവും കഴിച്ചൊരു ദുആ ചെയ്തിട്ടേ
ബഹുമാനപ്പെട്ട സിലത്ത് ബിൻ ഹാഷിം തങ്ങളുടെ ജീവിതം അത്തായ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, നഷ്ടപ്പെടുത്തരുത്. നമുക്കൊക്കെ ഒരു രീതിയുണ്ട്. ബാങ്ക് വിളിക്കുന്നത് സുബഹ് ബാങ്ക് 5:28 5 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി 5:27 പിന്നെ ഇങ്ങനെയൊക്കെ എടുത്ത് അതുവരെ ഭക്ഷണം കഴിച്ച് ബാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുന്ന ശീലം ശരിയല്ല. കാരണം അത്തായം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചൊരു 20 മിനിറ്റെങ്കിലും ബാക്കി വേണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് 50 പേജ് ഓതാനുള്ള സമയം ബാക്കി വേണം. അതാണ് അത്തായം. അത്തായം കഴിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയണം. അത്തായ സമയത്ത് വലിയ പോലീസുള്ള സമയമാണ് ഈ അത്തായ സമയം എന്ന് പറഞ്ഞാൽ. അത്തായ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ യജമാനനായ റബ്ബ് കൊടുക്കുന്ന സമയമായി അത്തായ സമയം. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം രക്ഷപ്പെട്ടത്, അല്ലാഹു തആല രക്ഷപ്പെടുത്തത് അത്തായ സമയത്താണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദായവും രക്ഷപ്പെട്ടത് അത്തായ സമയത്താണ്. അപ്പോൾ ഒരു ഫത്ഹ് കൊടുക്കുന്ന ഒരു സമയമാണ് അത്തായ സമയം. ആ അത്തായ സമയത്താണ് ബഹുമാനപ്പെട്ട സീലത്ത് ബിൻ ഹാഷിം റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിരുന്നത്. രാത്രി ഖുർആൻ ഓതാൻ വേണ്ടി റമദാനിന്റെ രാത്രിയെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ. നമുക്ക് മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം രാത്രിയുടെ യാമങ്ങളിൽ. കാരണം എന്താണെന്നറിയോ? മുദാറസത്തുൽ ഖുർആൻ നടന്നത് അപ്പയാണ്. മുദാറസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു കൊടുക്കും. മുത്തുനബി തിരിച്ചും അങ്ങോട്ടും പാരായണം ചെയ്തു കൊടുക്കും. ഇതാണ് മുദാറസത്തുൽ ഖുർആൻ. ഈ മുദാറസത്തുൽ ഖുർആനിന് വേണ്ടി അല്ലാഹ് തിരഞ്ഞെടുത്ത സമയം റമദാനിന്റെ രാത്രിയാണ്. റമദാനിന്റെ രാത്രിയെ നമ്മൾ വെറുതെ കളയരുത്. റമദാനിന്റെ രാത്രിയെ നമ്മൾ നല്ലോണം ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണത്തിനും അദ്കാറിനും അതുപോലെ പാതിരാ സമയത്തുള്ള നിസ്കാരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട റബീഅ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരെ രാത്രി ഉറങ്ങാത്ത മഹാനാണ്. റബീഅ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ വന്ന് ചോദിച്ചു, ഉപ്പാ നിങ്ങൾ എന്തേ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്? രാത്രി ഇങ്ങനെ ഉറങ്ങാത്തത് എന്താണ്? റബീഅ ഇബ്നു ഹുസൈൻ തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മോളെ നരകം പേടിച്ച് എനിക്ക് ഉറക്കു വരുന്നില്ല. നരകത്തെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രീതി, ആഖിറത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു ശൈലി, ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതന്നല്ലേ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു
ഹത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അന്നൗമു ഇലൽ ഖബ്ർ, നോമ്പ് അന്നൗമു ഇലൽ ഖബ്ർ, ഉറക്കൊക്കെ ഖബറിൽ, ഇവിടെ അമൽ ചെയ്യേണ്ട സ്ഥലമാണ്. അൽ യൗമു അമലുൻ, ഇന്ന് അമൽ ചെയ്യേണ്ട സമയമാണ്. ഗദൻ ജസാഉൻ, നാളെ അമലിന്റെ പ്രതിഫലം കിട്ടുന്ന ദിവസമാണ്. അവിടെ അമൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹു തആല ആകെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് കുറഞ്ഞ വർഷം, കുറഞ്ഞ കാലം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രായം നമുക്കായി? നിങ്ങളൊന്ന് ബാക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, പഠിച്ചോനെ എനിക്കിപ്പോ 40 കഴിഞ്ഞോ, അല്ലെ എനിക്ക് 31 കഴിഞ്ഞു, എത്ര പെട്ടെന്നല്ലേ. ഇതാണ് പിന്നെ വളരെ ചുരുങ്ങിയ കാലമേ നമ്മോട് അമൽ ചെയ്യാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ജസാഇന്റെ സമയം ദീർഘമാണ്. ഖാലിദീന ഫീഹാ അബദാ, സ്വർഗത്തിലാണെങ്കിൽ എക്കാലത്തും അവൻ സ്വർഗത്തിൽ തന്നെ. നരകത്തിലാണോ അവിടെയും ഖാലിദീന ഫീഹാ. ഇങ്ങനെ അറ്റമില്ലാത്തൊരു ലോകമാണ് ബർസഖി ലോകം. അവിടെ ജസാഇന്റെ സമയമാണ്. നമ്മളൊരു പറ കൃഷി നെല്ലെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ചാക്ക് കണക്കിന് കിൻഡൽ കണക്കിന് നെല്ലെടുക്കുമ്പോ ഒരു പക്ഷേ ചെറിയ മാസങ്ങളൊക്കെ നമ്മൾ അധ്വാനിക്കും. അത് അനുഭവിക്കുന്നത് ധാരാളം ദിവസങ്ങളാണ്. എന്നതുപോലെ ദുനിയാവ് അൽയൗമ അമലൂ, ഇന്ന് നമ്മൾ അമൽ ചെയ്തോണോ. ഗദൻ ജസാ, നാളെ പ്രതിഫലത്തിന്റെ ദിനമാണ്. കൂലി കൊടുക്കുന്ന സമയമാണ് കേട്ടോ. കൂലി വാങ്ങാൻ ചെല്ലുമ്പോ അധ്വാനിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു കൂലിപ്പണിക്കാരന് വൈകുന്നേര സമയത്ത് മുതലാളി കൂലി കൊടുക്കുമോ? എന്നാൽ കൃത്യമായി ഏൽപ്പിച്ച ജോലി ചെയ്ത ഒരു ജോലിക്കാരന് നിഷ്പ്രയാസം മനസംതൃപ്തിയോടെ വൈകുന്നേരം കൂലി കൊടുക്കുന്ന ഒരു സന്തോഷം അതിലേറെ സന്തോഷമാണ്. യജമാനായ റബ്ബിന് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞയച്ച നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച ഒരാള് കൂലി മേടിക്കാൻ വേണ്ടി ആഖിറലോകത്തേക്ക് യജമാനായ റബ്ബിനെ സന്ദർശിക്കുമ്പോ അവന്റെ ജസാ കൊടുക്കുന്നത് വിശാലമായ സ്വർഗമാണ്. ഇന്നൽ മുത്തഖീന മഫസാ, പ്രിയപ്പെട്ട മോമിനീങ്ങൾ, ആ കൂലി മേടിക്കേണ്ട ദിവസത്തിൽ പണിയെടുക്കാതെ കൂലി കൊടുക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് മഹത്തുക്കളൊക്കെ ഇബാദത്ത് ചെയ്ത് റബ്ബ് പറഞ്ഞ പണിയെടുക്കുന്നത്. അതന്നെ അതിന് നല്ലൊരു സമയം റമദാൻ. ആ റമദാനിൽ ഒരു സെക്കൻഡ് ഒഴിവാക്കാതെ നമ്മളെ മുൻകാല മാസങ്ങളിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ വീക്ക്നെസ്സുകൾ ഇബാദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഈ റമദാനിൽ ഇരട്ടി അങ്ങോട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നിർവഹിച്ചോളി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതല്ലാതെ നമുക്ക് രക്ഷയില്ല. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ തീരെ ചിരിക്കില്ല, ചിരിക്കുന്നല്ല. ചിരി എന്ന് പറയുന്ന സംഗതി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളടുത്ത് നിന്ന് കണ്ടിട്ടില്ല. പക്ഷേ
അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ മരണപ്പെടാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നു. ഈ ചിരി കണ്ടപ്പോൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് നിങ്ങൾ ചിരിക്കാറില്ലല്ലോ, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ലിമിസ്ലി ഹാദൽ അമലി ആമിലൂൻ. ഞാൻ ചെയ്ത അമലുകളുടെയൊക്കെ പ്രതിഫലം ഞാൻ കിട്ടിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇതുവരെ ഞാൻ ജോലി ചെയ്യുന്ന തിരക്കാണ്, അപ്പയ്ക്ക് അള്ളാഹു ഏൽപ്പിച്ച ജോലി ചെയ്യുന്ന തിരക്കാണ്, അപ്പൊ ചിരിക്കാനുള്ള സമയമില്ല. ഇനി എനിക്ക് അതിൻ്റെയൊക്കെ കൂലി കിട്ടുന്ന സമയം ഞാൻ ചിരിക്കാണ്. ഇതാണ് മഹത്തുക്കളായ അഇമ്മത്തുകൾ, പണ്ഡിതന്മാർ എല്ലാവരും അവരുടെ ജീവിതത്തെ അവർ മെച്ചപ്പെടുത്തിയത്. ഇനി ചെയ്യുന്ന അമലിലോ ഇനിയിപ്പോ അമലൊക്കെ ചെയ്യാം, അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പുതിയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലവരെങ്കിലും മക്കളെ ശ്രദ്ധിക്കാതെ, ഭർത്താവിനെ ശ്രദ്ധിക്കാതെ ഓൺലൈനിലൂടെയൊക്കെ ഞാൻ മജ്‌ലിസിലാണ്, അത് വലിയ സംഭവമായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞാൽ ഇപ്പൊക്കെ കഴിയൂല, ഞാനിപ്പോ ഈ മജ്‌ലിസിലാണ്, ഇപ്പൊ പറ്റില്ല. അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നിർവഹിക്കാതെ ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും അതിനർത്ഥമില്ല കേട്ടോ. ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്, അതും ഇബാദത്താണ്. നല്ല നിയ്യത്തോടുകൂടെ അമൽ ചെയ്താൽ അതും ഇബാദത്താണ്. സദഖ കൊടുക്കുന്നത് ഇബാദത്താണ്. ദാനധർമ്മങ്ങൾ നൽകുന്നത് ഇബാദത്താണ്. പക്ഷേ അവിടെയൊന്നും ഒരു ഇഖ്ലാസ് കുറവുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. ഭർത്താവിനെ നമ്മൾ സംരക്ഷിക്കണം, കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം, ഭാര്യയെ സംരക്ഷിക്കണം. അവർക്ക് വേണ്ടത് കൊടുത്തേ പറ്റൂ. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മത്സരിക്കാൻ വന്നു. എന്താ മത്സരം എന്നല്ലേ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കടക്കുന്ന സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ സദഖ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇത്തവണയെങ്കിലും എനിക്ക് സിദ്ദീഖ് തങ്ങളെ ഒന്ന് തോൽപ്പിക്കണം, അമൽ കൊണ്ട് തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സമ്പത്തിൽ നിന്ന് പകുതിയും എടുത്ത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും വന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നത് എങ്ങനെയാണെന്നറിയോ? വീട്ടിൽ ഒരു സമ്പത്തും ബാക്കി വെക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ പുത്തുനബിയുടെ സമീപത്ത് കൊണ്ടുവന്നു. എല്ലാം കൊണ്ടുവന്നു. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ അവിടെ ഒരു പ്രസക്തമായൊരു ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? അവിടെയും കുടുംബത്തിന് നമ്മൾ ചെയ്യുന്ന സ്വതക്കയിൽ നമ്മുടെ കുടുംബത്തിൽ പട്ടിണിയായിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നതിലെല്ലാം കുടുംബവും അതിൽ ഭാഗമാകണം.
ഇങ്ങനെ നമ്മൾ നിർവഹിക്കുക. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യണം. സദഖ സമ്പത്തിനെ ഇരട്ടിപ്പിക്കും. മുക്കുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാകുന്നൊക്കെ പഴമൊഴി നമ്മളൊക്കെ കേട്ട ഒരു യാഥാർത്ഥ്യമാണത്. അത് കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും ഞങ്ങൾ നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനേ. ഈ വിശുദ്ധമായ റമദാൻ ശരീഫ് റഹ്മത്തിന്റെ 10 അതിന്റെ പകുതി ഭാഗത്തിലാണ് ഞങ്ങൾ ഉള്ളത്. യജമാനനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണം റഹ്മാനേ.